അങ്ങനെയുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സംഭവം. എങ്ങനെയുണ്ട്? വർക്ക് ഇഷ്ടപ്പെട്ടോ? വർക്ക് സൂപ്പറായി, അടിപൊളിയല്ലേ? സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഒരു പുതുവത്സരം ആശംസിക്കേണ്ട. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കല്ലൂര് അടുത്തായിട്ട് വരും. അതായത് നമ്മുടെ ആമ്പല്ലൂർ സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മളൊരു ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി പോകുന്ന കഴിയുമ്പോഴാണ് നമ്മുടെ ഈ സൈറ്റ്. നമ്മുടെ ചിമ്മിനി ഡാം അതുപോലെ തന്നെ പീച്ചി ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ്. വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സൈറ്റ് ഇവിടുത്തെ അടുത്ത് തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം, ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിൽ കുറച്ച് അയണിന്റെ സാന്നിധ്യവും അസിഡിക്കും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് 2 ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മുടെ ചാരിടാന്റെ വെസൽ ഒരു 13-14 2 വെസൽ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 60,000 തൊട്ട് ഒരു 1 lakh ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പൂളാണ്. അപ്പോൾ ഇവിടെ റെഗുലർ യൂസേജ് ഇല്ല. അപ്പൊ അതിനാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 വെസൽ ഫിൽട്രേഷൻ സിസ്റ്റം കൊടുത്തിട്ട് നമ്മുടെ കുളത്തിൽ നിന്നാണ് നമ്മളുടെ വെള്ളത്തിന്റെ സോഴ്സ്. അപ്പൊ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഫിൽട്ടർ വഴി ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മളുടെ പൂളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. അതിനുശേഷം പിന്നെ വൺസ് നമ്മുടെ പൂള് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കംപ്ലീറ്റ് റൊട്ടേഷൻ ആയിരിക്കുള്ളൂ. അതാണ് നമ്മളുടെ ഇവിടുത്തെ പരിപാടി. അപ്പൊ 2 ഫിൽട്രേഷൻ സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് ഒരു പ്രീ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. 20 ഇഞ്ചിന്റെ ഒരു സ്പൺ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈഡിനകത്തോട്ട് പോവാം. വീഡിയോ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈഡിലോട്ട് പോവാം. ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. നമ്മളുടെ 2 വെസൽ ഫിൽട്രേഷൻ എന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഒരു പ്രീ ഫിൽറ്റർ നമ്മൾ നമ്മളുടെ ഭിത്തിയിൽ ക്ലാമ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മളുടെ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മളുടെ പൂളിലേക്ക് ചാടും. ഇതാണ് പൂള്. ഞാൻ പൂളിൽ നിങ്ങളെ അകത്തുകൊണ്ടേ കാണിച്ചു തരാം. അപ്പോൾ കൂടെ നമ്മുടെ പൂളിന്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 60,000 തൊട്ട് 1,00,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പൂളാണ്. അപ്പൊ ഇതിൽ നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ആ എൻഡിലൊരു പോയിന്റ് കണ്ടോ, അതിൽ നമുക്ക് വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് റീസർക്കുലേഷൻ ചെയ്യുന്ന സംഭവം അവിടെ നിന്നാണ്. അപ്പൊ കാണുന്ന പോയിന്റിൽ നിന്നും വീണ്ടും ഒരു 1 മീറ്ററോളം താഴത്തേക്ക് ഡെപ്ത് ഉണ്ട്. അവിടുന്ന് ഉള്ള ലൈനാണ് അപ്പുറത്ത് കാണുന്ന നമ്മുടെ സമ്മർസിബിൾ പമ്പ് ഇടാനുള്ള ഓപ്ഷൻ. അപ്പൊ അവിടുന്ന് സക്ക് ചെയ്തിട്ടാണ് നമുക്ക് സർക്കുലേഷൻ മോഡിലേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് ഇൻലെറ്റ്. ഇതിൽ ഒരു ലൈൻ ഇൻലെറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം, ഫിൽട്ടർ വാട്ടർ ഇതിലേ വന്ന് പുറത്തേക്ക് അകത്തേക്ക് ചാടും, പൂളിനകത്തേക്ക്. അതിനുശേഷം റീസർക്കുലേഷൻ ആ എൻഡിൽ നിന്നായിരിക്കും നമ്മൾ. ഇതാണ് പൂളിന്റെ അകത്ത വ്യൂ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങളോട് ഞാൻ ആദ്യമേ പറയാം. ഇത് നമ്മളുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുളമാണ്. കുളം ഞാൻ വഴി നിങ്ങൾ കാണിച്ചു തരാം. ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം നേരെ പമ്പ് ചെയ്ത് ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട് ഇവിടെ, ഒരു 3000 ലിറ്ററിന്റെ ടാങ്ക്. കുറച്ച് ദൂരം മാറിയിട്ടാണ്, ഒരു 6-7 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ടാങ്കിലേക്കാണ് ആദ്യം പോയി വീഴുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ലൈൻ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ കൂടി പോന്നിട്ടുണ്ട്. ആ ലൈനാണ് ഈ വന്ന് നിൽക്കുന്നത്. അതായത് നേരിട്ട് പൂളിലേക്ക് ചാടാവുന്ന, അതായത് നേരിട്ട് വെള്ളം പൂളിലേക്ക് വീഴ്ത്താവുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ആദ്യം കൊടുത്തയച്ചത്. ഇപ്പൊ നമ്മൾ അതിന് T കണക്ഷൻ ഇട്ടിട്ട് ഇത് നമ്മൾ അടച്ചു കളയും നമ്മുടെ വർക്ക് കഴിയുമ്പോൾ. നിലവിൽ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു T കണക്ഷൻ ഇട്ടേക്കുന്ന ഈ ലൈൻ കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഇൻലെറ്റ് ലൈൻ പോകുന്നത്, നമ്മുടെ വെസലിലേക്ക് പോകുന്നത്. അതിപ്പോ മേലോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ വെസല് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ വെസലിലേക്ക് നമ്മൾ 1 by 1 ആയിട്ട് 2 വെസലിലേക്ക് കയറിയിട്ട് അതിന്റെ ഔട്ട് തിരിച്ചിറങ്ങിയിട്ട് നേരിട്ട് വന്ന് നമ്മളുടെ ഈ ഒരു ലൈൻ, അടിയിൽ കൂടി പോകുന്ന ലൈൻ വഴി കറങ്ങി നേരെ പൂളിൽ പോയിട്ട് ചാടും. അപ്പോൾ അതാണ് ഇതിന്റെ, ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്.
എന്നിട്ട് പൂളിൽ നിന്ന് വൺസ് നമ്മുടെ പൂള് ഫുള്ളായി കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ അവിടെ നിന്ന് എടുക്കുന്ന കുളത്തിൽ നിന്ന് എടുക്കുന്ന ഇൻടേക്ക് വാട്ടർ നമ്മൾ അടച്ചു വെക്കും. പിന്നെ നമുക്ക് കുളത്തിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യകതയില്ല. വൺസ് നമ്മുടെ പൂള് നിറഞ്ഞു കഴിഞ്ഞാൽ പൂളിൽ നിന്ന് പിന്നെ ഇതൊരു സമ്മർസിബിൾ പമ്പ് ഇടാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ സമ്മർസിബിൾ പമ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് സക്ക് ചെയ്ത് വരുന്ന ആ വെള്ളം, അതായത് ആ പമ്പ് വഴി എടുക്കുന്ന വെള്ളം നേരിട്ട് നമ്മളുടെ മേലെ ഈ ഒരു ടാങ്ക് ആയിരിക്കും മേലെ കയറുന്നത്. ആ മേലെ ടാങ്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മളുടെ വെസൽ വഴി ഇങ്ങനെ സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ടാങ്കിന്റെ ഉള്ളിൽ നമ്മളുടെ ഫ്ലോ സ്വിച്ച് വെക്കും. ഒരു നിശ്ചിത ലെവലിൽ, ഹൈ ലെവലും ലോ ലെവലും സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ ഈ പൂളിൽ നിന്നുള്ള പമ്പ് വഴി ഇതിങ്ങനെ സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ലോ ലെവൽ ആയി കഴിയുമ്പോൾ പമ്പ് സ്റ്റാർട്ട് ആവും, ഹൈ ലെവൽ ആയി കഴിയുമ്പോൾ കട്ട് ഓഫ് ആവും. ആ രീതിയിൽ അപ്പൊ അതിങ്ങനെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് നമുക്ക് വീക്കിലി വൺസ് ഓർ ടൈസ് നമുക്ക് നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട്, നമ്മുടെ ഇവിടെ പൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ടൈപ്പുള്ള പൂളല്ല, പബ്ലിക് പൂളല്ല. അപ്പൊ നമുക്ക് അധികം യൂസേജും ഇല്ല. അപ്പൊ യൂസേജിനനുസരിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ ബാക്ക് വാഷ് ചെയ്യണ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഫിൽട്ടർ വാട്ടർ വഴി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം വെസലിന്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റോ വാട്ടർ, കുളത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ബാക്ക് വാഷ് നമ്മൾ നല്ല വെള്ളം വെച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും റോ വാട്ടർ വെച്ചിട്ട്. അപ്പൊ ഈ ഒരു വർക്കാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. കുളം കാണിച്ചു തരാം. വെള്ളം കണ്ടോ? ഇത് കണ്ടോ കുളത്തിലെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടോ? ഒരു ലൈറ്റായിട്ട് ടർബിഡാണ് വെള്ളം നന്നായിട്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഉറവ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ടർബിഡായി കിടക്കുന്നത്. വെള്ളം ഭയങ്കര മോശമാണ്. അപ്പൊ ഈ വെള്ളത്തിനാണ് നമുക്ക് ഫിൽട്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോവാം. ഇവിടെ വെസൽ രണ്ടും കൂടെ ഉണ്ട്. മീഡിയാസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാറ്റലോഗ്സ് ഉണ്ട്, കാർബൺ ഉണ്ട്, എണ്ണോട്ടും ഉണ്ട്, ടേബിൾ ഉണ്ട്, ഹാഫ് വേ കോട്ടർ ഉണ്ട്, പൈൻ സാൻഡ് ഉണ്ട്. നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടാങ്ക് സർക്കുലേഷൻ ടാങ്ക് മേലെ കയറിയിട്ടോ. സർക്കുലേഷൻ ടാങ്ക് എന്നുള്ള ലൈനിന്റെ ഫാബ്രിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. 2 വെസൽ വെച്ചിട്ടുണ്ട്. 1354 ടാറ്റയുടെ വെസലാണ്. ഒരു അയൺ റിമൂവറും ഒരു മൾട്ടിമീഡിയയും. അതിനുശേഷം നമ്മളൊരു പ്രീ ഫിൽട്ടർ കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ പ്രീ ഫിൽട്ടറിനുള്ള സംവിധാനം ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൗസിംഗ് അഴിച്ചു വെച്ചേക്കാണ്, സ്പൺ ഇട്ടിട്ടില്ല. അതൊന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സ്പൺ എടുത്തുള്ളൂ. അതിന് ഇന്നിപ്പോ നമ്മൾ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ഒരു ഓവർഹെഡ് ടാങ്ക് എന്ന് പറഞ്ഞായിരുന്നു, ഒരു 3000 ലിറ്ററിന്റെ. അതിലേക്ക് വന്ന് വീണിട്ട് അതിൽ നിന്നും പൈപ്പ് വഴി ഗ്രാവിറ്റിയിൽ ഇങ്ങോട്ട് പോന്നിട്ട് വരുന്ന ലൈനാണത്. ഇവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം ഡയറക്റ്റ് പൂളിലേക്കുള്ളത് ഉണ്ട്. അത് അടച്ചു വെച്ചേക്കാൻ അതിന്റെ ആവശ്യമില്ല. പോകുന്ന വെള്ളം ഫിൽട്ടർ വാട്ടർ ആയിരിക്കുള്ളൂ പൂളിലേക്ക് പോകുന്നത്. അപ്പൊ അതിനുള്ള ലൈനാണ് ഈ എടുത്തിരിക്കുന്നത്. ഈ പോകുന്ന ലൈൻ നേരെ പോകുന്നത് അതിലേക്ക് ഇറങ്ങി ഈ വരുന്ന ലൈനാണ് നമ്മളുടെ ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്നത്, അതായത് കുളത്തിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റിയിൽ വരുന്ന ലൈൻ. അത് നേരെ വന്ന് നമ്മുടെ ഫിൽട്ടറിൽ കയറി ഫിൽട്ടർ ആയതിനു ശേഷം അടുത്ത യൂണിറ്റിലേക്ക് പോയി അവിടെയും ഫിൽട്ടർ ആയതിനു ശേഷം
ഒരു പ്രീ ഫിൽട്രേഷൻ കൂടി അഡീഷണലി കഴിഞ്ഞിട്ട് 5 മൈക്രോന്റെ ഒരു പ്രീ ഫിൽട്രേഷൻ അഡീഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ലൈനിലേക്ക് ലൂപ്പ് ആവുന്നത്. ഈ ലൈൻ നേരെ പോകുന്നത് നമ്മുടെ പൂളിലേക്കാണ്. പൂള് വൺസ് ഫുള്ളായി കഴിയുമ്പോൾ നമ്മളുടെ ഈ ഗ്രാവിറ്റിയിൽ നമ്മൾ കുളത്തിൽ നിന്ന് എടുക്കുന്ന ആ ലൈൻ കട്ട് ഓഫ് ചെയ്യും. അതിനുശേഷം പിന്നെ ഇതിലൊരു പമ്പ് ഇട്ടിട്ട്, സമ്മർസബിൾ പമ്പ് ഇട്ടിട്ട് ആ പമ്പിൽ നിന്ന് പമ്പ് വഴി സക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും അതിന്റെ ലൈൻ. കാരണം പമ്പ് വഴി നമുക്ക് റീസർക്കുലേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പമ്പ് ഇറക്കിയിട്ടിട്ട് സമ്മർസബിൾ പമ്പ് ഒരു 4 ഇഞ്ചിന്റെ പൈപ്പാണത്. ഓൾറെഡി ഇട്ടിരിക്കുന്നത് 4 ഇഞ്ചിന്റെയാണ്, ശരിക്കും ഒരു 6 ഇഞ്ചിന്റെ പൈപ്പായിരുന്നു വേണ്ടിയത്. അപ്പൊ 4 ഇഞ്ചിന്റെ ഇതിനുള്ളിൽ ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു സമ്മർസബിൾ പമ്പാണ് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നേരെ പോകുന്നത് പൂളിന്റെ അകത്തേക്കാണ്. അവിടെ നിന്ന് ഫുള്ള് വെള്ളം നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ലൈനിലേക്ക് കൊടുക്കും. ഇത് നേരെ പോകുന്നത് ഈ ഇരിക്കുന്ന ബ്ലാക്ക് കളറിലെ ടാങ്കിലേക്കാണ്. അത് 500 ടാങ്കാണ്. അതിലേക്ക് പോയിട്ട് അതിൽ നിന്നും ഗ്രാവിറ്റിയിൽ തിരിച്ച് വീണ്ടും ആ ലൈൻ ഇറങ്ങി വരെയാണ്. അപ്പൊ നമ്മളുടെ ആദ്യം ഞാൻ കാണിച്ച ലൈനും അത് ഒരു ടീ കണക്ഷൻ ഇട്ടിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ പൂള് ഫുള്ളായി കഴിയുമ്പോൾ നമ്മളുടെ കുളത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻടേക്ക്, അവിടെ നിന്ന് വരുന്ന ലൈൻ കട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ പമ്പ് വെച്ചിട്ട് സർക്കുലേഷൻ ആയിരിക്കും. അവിടെ നിന്ന് വലിച്ച് നേരെ ടാങ്കിൽ കൊടുത്ത് ടാങ്കിൽ നിന്ന് ഗ്രാവിറ്റിയിൽ വീണ്ടും നമ്മുടെ ഫിൽറ്റർ വഴി വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മുടെ പ്ലംബിങ്ങിന്റെയും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് വാഷ് ചെയ്ത് ലൈൻ ലൂപ്പ് ചെയ്യണം. അതിനുശേഷം ഇവരുടെ യൂസേജ് അനുസരിച്ചിട്ട് ക്ലോറിനേഷൻ ഇടക്ക് കൊടുക്കുക. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ ക്ലോറിൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സോഡിയം ഹൈപ്പോക്ലോറൈഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇവരുടെ യൂസേജ് അനുസരിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ നമുക്ക് നേരെ ബാക്ക് വാഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൈൻ ചാർജ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ നമുക്ക് ക്വാളിറ്റി ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ വാട്ടർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോ വാട്ടർ ടാങ്കിലേക്ക് നമ്മുടെ കുളത്തിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്ത് നമ്മുടെ ഈ ബ്ലാക്ക് കളറിലെ ടാങ്കിലേക്കാണ് ആദ്യം ഫില്ലിംഗ് ആവുന്നത്. ഒരു 3000 ലിറ്ററിൻ്റെ ടാങ്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഗ്രാവിറ്റിയിലാണ് നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ടാങ്ക് വെള്ളമായപ്പോൾ കൂടി നമ്മൾ 2 വെസലും ബാക്ക് വാഷ് മോഡിലേക്ക് ഇട്ട് ബാക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വെസലിൻ്റെ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ വെസലും ബാക്ക് വാഷ് ചെയ്ത് പ്രീ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൂളിലേക്ക് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 വെസലിൻ്റെ ബാക്ക് വാഷും കഴിഞ്ഞ് ഇനി നമ്മൾ ഫിൽറ്റർ ഫിക്സ് ചെയ്യണം. പ്രീ ഫിൽറ്റർ 20 ഇഞ്ചിൻ്റെ 5 മൈക്രോണിൻ്റെ ഒരു സെഡിമെൻറ്റ് ഫിൽറ്ററാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഹൗസിങ്ങിലേക്ക് ഫിക്സ് ചെയ്യണം. അതിനുശേഷം സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ പൂളിലേക്ക് അത് ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയി. നമ്മുടെ പൂളിലേക്ക് വെള്ളം എൻട്രി ആയി തുടങ്ങി. അങ്ങനെയുണ്ട്, ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സംഭവം. വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരിട്ട് നമ്മുടെ പൂളിലേക്ക് ഇപ്പൊ അത് നമ്മളുടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഇവിടുത്തെ മെയിൻ കസ്റ്റമർ ഇവിടെ ഇല്ല, ആള് പുറത്തേക്ക് പോയി, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഇൻചാർജ് ഉണ്ട്, നമ്മുടെ പ്ലംബിങ്ങിന്റെ ഇലക്ട്രിക്കലിന്റെ നോക്കുന്ന ഇൻചാർജ് ഉണ്ട്, മേജച്ചേട്ടൻ. അതേവർ ചോദിച്ചു നോക്കാം നമ്മുടെ ഈ വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് ശേഷം ഇനിയിപ്പോ ഇദ്ദേഹമൊക്കെ ആയിരിക്കുള്ളൂ ഇവിടുത്തെ നമ്മളുടെ ഇതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ, നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്തായിരുന്നു റോ വാട്ടർ, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. മേജേട്ടാ നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായി, അടിപൊളിയല്ലേ? അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഒന്ന് ആദ്യം എടുത്തു നോക്കാം. എന്നിട്ട് നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറയണം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഇതിപ്പോ ഇങ്ങടെ വെള്ളം കിട്ടാത്തതിന്റെ കാരണം നേരിട്ട് പൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങടെ വെള്ളം കുറച്ച് കിട്ടുന്നത്. വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എടുത്ത് നോക്കിയിട്ട്? ക്ലിയർ ആയില്ലേ? അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? നമ്മുടെ വെള്ളം എങ്ങനെയായിരുന്നു? അഴുക്കുവെള്ളം ആയിരുന്നില്ലേ? കൂറ വെള്ളമായിരുന്നു. കണ്ടാൽ നമ്മുടെ പാടത്തിൽ നിന്ന് വരുന്ന വെള്ളം കലക്ക വെള്ളമായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.